Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah, alhamdulillah. As-salatu was-salamu ala ashrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. قم للمعلم وفه التبجيلا كاد المعلم أن يكون رسولا. ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമേ, ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അഥവാ അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനമുള്ളവർക്ക് ഈ ലോകം വലിയ വില കൽപ്പിക്കുന്നു. വിജ്ഞാനം അത് കളഞ്ഞുപോയ സ്വത്താണ്, അത് എവിടെ കണ്ടാൽ നിങ്ങൾ പൊറുക്കിയെടുക്കണേ എന്ന പ്രവാചകധ്യാപനം ഇൽമിന്റെ മഹാത്മ്യത്തെ വിളിച്ചോതുന്നുണ്ട്. അതബില്ലാതെ ഒരു വിദ്യാർത്ഥിക്കും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതബിന്റെ കാര്യം ആദ്യമായി പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു റൂഹുൽ അസീസ്, അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. എന്തേ അദ്ദേഹം ചെയ്തത്? ചെറുപ്പകാലത്ത് അദ്ദേഹം ഇൽമു പഠിക്കാൻ തന്റെ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകലാണ്. കിലോമീറ്ററുകൾ താണ്ടി അദ്ദേഹം ഉസ്താദിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം തന്റെ ഉസ്താദ് വിദൂരത്ത് നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹം ഇങ്ങനെ കടന്നു വരുന്നു. വീടിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തന്റെ വീടിന്റെ കതക് പൂട്ടാൻ തന്റെ ഒരു വിദ്യാർത്ഥിയോട് കൽപ്പിക്കുകയാണ്. ഒരു പരീക്ഷണം എന്ന നിലക്ക് അങ്ങനെ ജിലാനി തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. വീടിന്റെ കതക് മുട്ടിത്തുറക്കൽ അതവ് കേടാന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം അത് തുറക്കുന്നത് വരെ അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അസർ ബാങ്ക് കൊടുത്തു, മഗ്രിബ് കൊടുത്തു, ഇശാ കഴിഞ്ഞു. പിറ്റേന്ന് സുബഹ് ബാങ്ക് കൊടുത്തപ്പോൾ തന്റെ ഉസ്താദ് സുബഹ് നിസ്കാരത്തിന്റെ ഒളൂവിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് തണുത്തുറച്ചു നിൽക്കുന്ന തന്റെ വിദ്യാർത്ഥിയെ കാണുന്നത്. തന്റെ ഉസ്താദിന്റെ കൽപറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉസ്താദ് ഒരു വാക്ക് പറയുന്നുണ്ട്: മോനെ അബ്ദുൽ ഖാദിറേ, ഇന്ന് ഈ ലോകം എന്റെ കയ്യിലാണെങ്കിൽ നാളെ അത് നിന്റെ കരത്തിൽ ഭദ്രമാണ് ട്ടോ. എന്തേ അതിന് ശേഷം സംഭവിച്ചത് ചരിത്രം എല്ലാവർക്കും പറയുന്നതാണല്ലോ. ഒരു കാലഘട്ടത്തിൽ കുത്തുബും വലിയും സയ്യിദുമായി മാറില്ലയോ മഹാനായ ജീലാനി തങ്ങള്? അതാണ് അദബ്. അദബിന് അത്ര മഹാത്മ്യം ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിജ്ഞാനത്തിന് അദബ് എത്ര കണ്ട് ബന്ധപ്പെട്ടോ അതുപോലെ ബന്ധപ്പെട്ടതാണ് അദബും വിശ്വാസവും. ഈമാനുമായിട്ട് അദബിന് വല്ലാത്തൊരു അഭേദ്യമായ ബന്ധമുണ്ട്. അത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നുണ്ട്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖിളർ അലൈഹിസ്സലാമിന്റെ ചരിത്രം. അവരെങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരു മൈതാനത്തിൽ എത്താൻ ഇടവരുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ട വിദ്യാർത്ഥി കുട്ടികൾ പറയുന്നുണ്ട്: കുറച്ചു നേരത്തിന് നമുക്ക് കളി നിർത്താം, ആ രണ്ട് മഹാന്മാരൊന്ന് പോയി കഴിഞ്ഞോട്ടെ. അപ്പോൾ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു ജസീമായ ഒരു ഭംഗിയുള്ള ജമീലായ ഒരു കുട്ടി പറയുകയാണ്: എന്തിന് നമ്മൾ കളി നിർത്തണം, അവരതിന്റെ സൈഡിലൂടെ അങ്ങ് കടന്നു പോയിക്കോളൂലേ. ഇത് മഹാനായ ഖുർആൻ അലൈഹിസ്സലാം കേൾക്കുകയാണ്. ആ വിദ്യാർത്ഥി ആ കുട്ടിയെ പിടിച്ചു തന്റെ കാലിൽ കുടുക്കി അതിന്റെ തല അങ്ങോട്ട് പീതെടുക്കുകയാണ്. അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്: എന്തിനാണ് ഒരു ആവശ്യവുമില്ലാതെ കുട്ടിയെ കൊന്നുകളഞ്ഞത്? അപ്പോൾ ഖിളർ അലൈഹിസ്സലാം പറഞ്ഞ മറുപടിയാണ് ഇവിടുത്തെ പ്രസ്താവന. എന്താണ് പറഞ്ഞത്? ആ കുട്ടിക്ക് അദബില്ല, ആ കുട്ടിക്ക് അദബില്ല. ആ കുട്ടിങ്ങാന് വലുതായി കഴിഞ്ഞാൽ കാഫിറാകാനും ബാക്കിയുള്ളവരെ കാഫിറാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ഈ സമൂഹത്തിൽ ആവശ്യമില്ല. പോരാ, തീരുന്നില്ല. തൊട്ടടുത്ത സൂറത്തിലൂടെ അല്ലാഹു വീണ്ടും പറയുകയാണ്. മഹാനായ മൂസ നബിയുടെ ചരിത്രം തന്നെ. ഇസ്ലാമിക പ്രബോധനാർത്ഥം അദ്ദേഹം ഫിറഔന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഫിറഔന് വലിയ കിബർ നടിച്ച് ഞാനാ നിങ്ങൾ റബ്ബെന്ന് പറഞ്ഞു നടക്കുമ്പോൾ മൂസ നബി പോകുന്നുണ്ട് ഇസ്ലാമിക പ്രബോധനാർത്ഥം. അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് സാഹിർ എന്ന വിളിയായിരുന്നു, പരിഹാസമായിരുന്നു. അങ്ങനെ ഫിറഔന്റെ കീഴിലുള്ള എല്ലാ സാഹിര്യങ്ങളും മൈതാനത്തിൽ ഒരുമിച്ച് കൂട്ടുകയാണ് ഫിറഔന്. എന്തേ സംഭവിച്ചത്? ഈ ചരിത്രം
ഈ ചരിത്രം മഹാനായ ഇമാം ശർവാനി തങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഫിർഔൻ ആളിക്കത്തുന്ന തീജ്വാല കാണിച്ചു കൊടുത്തിട്ടും നിങ്ങളുടെ കൈകാലുകൾ ഓപ്പോസിറ്റ് ഞാൻ മുറിച്ച് ശിക്ഷിക്കുമെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് തോന്നിയത് ചെയ്യാം. അത്രക്കും ശക്തമായ ഈമാൻ അല്ലാഹു അവർക്ക് നൽകി. എന്തേ കാരണം? ഇമാം ശർവാനി തങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. അവർ ആ വടി ഇടുന്നതിന് മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്, അദബ് കാണിക്കുന്നുണ്ട് മൂസ നബി അലൈഹി സ്വലാമിനോട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ഹിദായത്ത് കൊടുത്തു. അത്രക്കും ശക്തമായ ഒരു ഈമാൻ അവർക്ക് നൽകി. അതാണ് അദബിന്റെ പവർ. നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ അദബില്ലാത്ത മതവിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു സംശയം, രണ്ട് ഉലമാക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ കയറി ഇടപെടാണ്. നമ്മളങ്ങനെ ഇടപെടേണ്ട ആൾക്കാരല്ല, അവര് പറയുന്നതനുസരിച്ച് ജീവിക്കാൻ ആൾക്കാരാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, തങ്ങളാണോ നബി തങ്ങളാണോ വലുത്? ആ ചോദ്യം അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമായ ഉത്സാഹം മനസ്സിലാവുകയാണ്. വയസ്സിൽ ആരാണ് മൂപ്പൻ ക്യാമൻ എന്നാണ് ചോദിച്ചത്. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ മടി. എന്തേ കാരണം? ഞാൻ റസൂലുള്ളാഹിനേക്കാളും വലിയ ആളോ അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല. അദ്ദേഹം നൽകിയ മറുപടി ഹുവ അക്ബറു മിന്നീ വലത്തു ഖബലഹു. അതാണ് അദബ്. അല്ലാഹു അദബോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.